പ്രിയമുള്ളവരെ, ഞാൻ നമ്മുടെ ഇപ്പം ബി ജെ പിക്കുണ്ടായ വിജയത്തിന് പ്രധാന കാരണക്കാരായ ധീവര സമുദായം അഥവാ കോലി എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഇന്ത്യക്ക് കേരളത്തിന് പുറത്തും ഈ സമുദായം നല്ലതായ സപ്പോർട്ടുകൾ ഈ പ്രാവശ്യം നടത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ കേരളത്തിൽ വിജയിച്ച മറ്റാരും വോട്ട് ചെയ്താതെ നിന്നപ്പോഴും ധീവര സമുദായം വിജയിപ്പിച്ച കാൻഡിഡേറ്റുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ചാത്തന്നൂർ മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലത്തിൽ ജയിച്ചത് ധീവര സമുദായം കൊടുത്തത് 10-15% വോട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുവിധമൊക്കെ പിടിച്ചു നിന്ന് മുമ്പോട്ട് വന്നേക്കുന്നത്. ഇനിയും നിയമമണ്ഡലമാണെങ്കിൽ 2% to 2.5% വരെ അവിടെയും ധീവര സമുദായത്തിൻ്റെ ഷെയറുണ്ട്. പിന്നെ കിഴക്കേക്കോട്ട വി മുരളീധരൻ്റെ അവിടെയാണെങ്കിൽ 1% to 2% വരെ വോട്ട് ഷെയർ ധീവര സമുദായത്തിൻ്റെ ഉണ്ട്. ഇത് ധീവര സമുദായങ്ങൾ അനങ്ങാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ധീവര സമുദായത്തിന് കിട്ടേണ്ടതൊന്നും വാങ്ങാതെ ഇങ്ങനെ മിണ്ടാപൂജ പോലെ ഇരിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ ചില ജനറൽ സെക്രട്ടറിമാരൊക്കെ ഉണ്ട്. അവർക്ക് ഒന്നുമേ ചെയ്യാൻ കഴിയുകയുമില്ല. സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പഠിച്ചു ആൾക്കാർ മുമ്പോട്ട് വരികയാണ്. ഇന്ന് സമൂഹത്തിലെ ഏറ്റവും ധീവര സമുദായത്തിലെ കുറേ ആൾക്കാർ പഠിച്ചു വന്നത് ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടിയെങ്കിൽ അത് അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നിങ്ങളുടെ ഈ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ടൊന്നുമല്ല. അവരുടെ കഴിവ് ശരിക്കും പ്രയോഗിച്ചിട്ടാണ് ഇന്ന് വൈക്കത്തും മറ്റു ഫലഭാഗങ്ങളിലും നല്ല ശതമാനത്തിൽ വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ ധീവര സമുദായം മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതിൻ്റെ കാരണം ഇതാണ്. കൊച്ചിയിൽ നടന്നു. കൊച്ചി ധീവര സമുദായം മോഡിക്ക് സ്വീകരണം കൊടുത്തു. പക്ഷേ കൊച്ചിക്കാർക്കൊരു കാര്യമുണ്ട്. എല്ലാവരും ഒന്നും വോട്ട് ചെയ്യില്ല. കാലുവാരൽ കൂടുതലുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും തമ്പാൻ നോക്കണ്ട. അതൊരു പ്രത്യേകതയാണ്. അവരുടെ മനസ്സിൽ ചില നിഗൂഢതകളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലത്ത് നല്ല നിലവാരം കുറേ ആൾക്കാർ നമ്മുടെ സമുദായത്തിന് വേണ്ടി മുമ്പോട്ട് വന്നു. നല്ല പെർസെൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത് മറ്റു മണ്ഡലങ്ങളിൽ ഇതിപ്പോൾ ആ സമുദായത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ബി.ജെ. പിയിലുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കഴിഞ്ഞത്. എന്നാലും നല്ല ഒരു പലയിടത്തും മെച്ചപ്പെട്ട പ്രകടനം കാണിക്കും. എന്ത് പേരും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ അതും വാങ്ങി വോട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. പിന്നെ ചിലർക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ, ഈ അമ്പലപ്പുഴ ദേശത്തൊക്കെ ഉള്ളവർക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്തു കളയും. അപ്പം അങ്ങനെ കുറേ സമുദായ അസമത്വങ്ങളൊക്കെ ഉണ്ട്. അന്നേരം നമുക്ക് നല്ലൊരു ഇനിയെങ്കിലും നല്ല മെച്ചപ്പെട്ട ഒരു പെർസെൻറ്റേജ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല മികച്ച പ്രകടനം ഉണ്ടാകണം. ചുമ്മാ അവിടെ ഇങ്ങനെ എനിക്ക് അതിൽ ശോഭാ സുരേന്ദ്രനോടും ഒക്കെ നല്ല എനിക്കുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ചന്ദ്രശേഖർ നല്ല ഇതായിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ മുമ്പോട്ടേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. വെറും ഷർട്ടും മുണ്ടും എടുത്ത് ഈ ഫാഷൻ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് കടന്നു വന്ന് നാട്ടുകാരിലേക്ക് ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നല്ല മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാൻ കഴിയുമെന്നാണ് ഒരു ബി.ജെ. പി മെമ്പറായ എനിക്ക് പറയാനുള്ളത്. അത് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം ഏജൻറ്റ് വരെ ആയിട്ടുണ്ട്. എനിക്ക് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്.